ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിൽ പ്രതികൾ നടത്തിയത് വൻ ഗൂഢാലോചന. രാജ്യത്തെ ഗ്ലോബൽ കോഫി ചെയിനിന്റെ ഔട്ട്ലെറ്റുകളിൽ സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതിയിട്ടത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഗസയിലെ ഇസ്രായേൽ സൈനിക നടപടിക്ക് സ്ഫോടനങ്ങളിലൂടെ മറുപടി നൽകുകയാണ് പ്രതികൾ ആഗ്രഹിച്ചതെന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. അച്യുതൻ, ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിലെ കാര്യകാരണങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ നടക്കുകയായിരുന്നു. ഇത് വളരെ ആസൂത്രിതമായി ഒരു ചങ്ങല പോലെ ശൃംഖലകളായി അത് ഈ സ്ഫോടനം നടത്തുക എന്നൊരു ഉദ്ദേശം ഇവർക്കുണ്ടായിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ചില നിർണായക കണ്ടെത്തലുകളാണ് ഇതിനോടകം ഉണ്ടായിരിക്കുന്നത്. അത് ഈ പ്രതികളുടെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ചില വിവരങ്ങൾ, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു, അവർ ഏതുതരം സ്ഫോടനമാണ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അത് പ്രകാരം ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഈ രാജ്യത്തെ ഗ്ലോബൽ കോഫി ചെയിൻ്റെ ഔട്ട്ലെറ്റുകളിൽ സ്ഫോടനം നടത്താനായിരുന്നു ഈ പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നത്. അതിനുള്ള കാരണം ഗസയിലെ ഇസ്രായേൽ സൈനിക നടപടിക്ക് ഈ സ്ഫോടനങ്ങൾ, ഈ കഫേ കേന്ദ്രീകരിച്ച് സ്ഫോടനം നടത്തി മറുപടി നൽകുക എന്നതായിരുന്നു ഈ പ്രതികൾ ആഗ്രഹിച്ചത്. എന്നിരുന്നാലും ഇവർക്കിടയിൽ തന്നെ രണ്ട് കൂട്ടർ, അതായത് രണ്ട് അഭിപ്രായമുള്ളവർ ഉണ്ടായിരുന്നു എന്നുകൂടി ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതായത് ചിലർ ആഗ്രഹിച്ചത് ജമ്മു കാശ്മീരിലെ സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുക എന്നൊരു ആഗ്രഹം എന്ന തരത്തിലേക്ക് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചവരും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ ഗ്ലോബൽ കോഫി ചെയിൻ്റെ ഔട്ട്ലെറ്റുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനും അത് കൃത്യമായി ഡൽഹി ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ മറ്റ് നഗരങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ അത് ലക്ഷ്യമിടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. കഴിഞ്ഞ 4 വർഷമായി ഈ വൈറ്റ് കോളർ ശൃംഖല അത് സജീവമായിരുന്നു എന്നുള്ളതും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്നുണ്ട്. എന്തായാലും പ്രതികളുടെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഈ നിർണായക വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.